എല്ലാവർക്കും നമസ്കാരം. രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സൂപ്പർ കറി ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു, മീഡിയത്തിലിട്ടു. ചീനിച്ചട്ടി നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ വേണം. ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ചാട്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഒന്ന് ചൂടായിക്കോട്ടെ. 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ജീരകവും ഞാൻ രണ്ടും കൂടെ ഒന്നിച്ചങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നിച്ച് മൂത്തോളും. നമ്മുടെ എണ്ണയെല്ലാം ചൂടായി, കടുകും ജീരകവും മൂത്ത് കഴിഞ്ഞപ്പോൾ 3 സവാള കട്ടി കുറഞ്ഞിട്ട് നീളത്തിലരിയുക. അതിനെ ഇട്ടു. ഒരു 8 പച്ചമുളക് നന്നായിട്ട് എരിവുള്ളതിനെ അതിനെ വട്ടം കട്ട് ചെയ്തു, അതിനെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ ഉപ്പെന്ന് പറയുന്നത് നമ്മൾ പാകത്തിന് ചെക്ക് ചെയ്തിട്ടേ ബാക്കി ഇടാവൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കിതിനെ ഒന്ന് ലൈറ്റ് മെറൂണായിട്ട് ഒന്ന് മുരിച്ചെടുക്കാം. ഒരു 5-6 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ട് തൊണ്ട് കളഞ്ഞൊന്ന് ചതച്ചെടുത്തിട്ട് ഞാൻ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിലിട്ടൊന്ന് മൊരിക്കുക. അധികം മൊരിയണ്ട, ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് അടുത്ത പണിയിലോട്ട് പോകാം. ചെറിയ തീക്കകത്തിലിട്ടിട്ട് ഞാനിതെല്ലാം കൂടെ ഇളക്കി തല്ലിക്കൂട്ടി വെച്ചിട്ട് ഞാൻ സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ചിട്ട് മൂടി അടയ്ക്കുവാണ്. എന്നിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് പൊക്കി നോക്കിയിട്ട് വീണ്ടും ഇളക്കി പിന്നെയും ചെയ്യാം. അങ്ങനെ ഒരു 10 മിനിറ്റ് പൊക്കി ഒന്ന് നോക്കിയിട്ട് പിന്നെ ഇളക്കി പിന്നെയും മൂടണം കേട്ടോ. ഞാനിതിൻ്റെ അടപ്പ് പൊക്കിയിട്ടേ നമ്മളൊരു 5 മിനിറ്റ് ആയി. അപ്പം നമുക്കിങ്ങനെ ഒന്ന് തിരിച്ചിടണ്ടായോ, അത് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ എന്താണെന്നറിയാമോ ഇതുണ്ടാക്കി കഴിച്ചാലുള്ള ഗുണം? ഇതിനകത്തിൽ ഒരുപാട് മാഗ്നീഷ്യവും അയണും ചേർന്നതാണ്. ഇത് മിക്കപ്പോഴും കഴിച്ചാൽ നമുക്ക് ഒരുപാട് നല്ലതാണ്. അറിയാമല്ലോ, നമ്മളിപ്പോൾ ഇരുമ്പിൻ്റെ സത്തിന് വേണ്ടി ടോണിക്കൊക്കെ മേടിച്ച് കുടിക്കുന്നില്ലേ? അതിനു വേണ്ടി അതൊന്നും വേണ്ട. ഈ പീച്ചിങ്ങ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ മാഗ്നീഷ്യവും കിട്ടും, അയണും കിട്ടും. കുടലിന് എന്ത് അസുഖം ഉണ്ടെങ്കിലും കുടലിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതെല്ലാം മാറി, ക്യാൻസർ പോലും കുടലേ വല്ല ക്യാൻസർ വല്ലതും ഉണ്ടെങ്കിൽ അതുവരെ മാറ്റി തരുന്ന ഗുണമാണ് ഈ പച്ചക്കറിക്ക്. അതായത് ഈ പച്ചക്കറി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മളുടെ പീച്ചിങ്ങ. നമ്മളുടെ പീച്ചിങ്ങ ഇല്ലേ, ഇതേ ഒന്ന് മൊരിഞ്ഞു വരുവാണ്. അപ്പോഴെന്താണെന്നറിയാമോ, നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചതല്ല, ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് ഇച്ചിരി വെള്ളം വരും. അപ്പോൾ എന്ത് വേണം, വെന്തു എന്നറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അടപ്പില്ലാതെ പിന്നെ ഈ വെള്ളത്തെ വറ്റിച്ച് നമുക്കൊന്ന് എടുത്തു കഴിഞ്ഞാൽ കറി റെഡിയാക്കി ഞാൻ കാണിച്ചു തരാം. ദേ നമ്മളുടെ കറി റെഡിയായി. ഇനിയും ശരീരത്തിൽ ബ്ലഡ് കൂടണം, അയണില്ല എന്നൊക്കെയുള്ള കംപ്ലൈൻറ്റ്, അതായത് ഇരുമ്പ് സത്ത് കൂടുതലുള്ളതാണ് എല്ലാവർക്കും, ബ്ലഡ് കുറവുള്ളവർക്ക് നന്നായിട്ട് കൂട്ടിത്തരുന്ന ഒരു കറിയാണ് നമ്മുടെ പീച്ചിങ്ങ. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചിട്ട് വിലയേറിയ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.